എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സുകാരുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ജെറ്റ്പെറ്റ് ഓർ നെറ്റ്കട്ട് എന്ന കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഥയുടെ ആദ്യ 2 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളും ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ 2 ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്കിനി ബാക്കി ഭാഗം നോക്കാം. നെറ്റ്കട്ട് പുഴയിൽ വീണതും അവനെ രക്ഷിക്കാനായിട്ട് ജെറ്റ്പെറ്റ് പുഴയിലേക്ക് എടുത്ത് ചാടിയതൊക്കെ നമ്മൾ വായിച്ചു. 2 പേരുടെയും വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നു. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്തത്? 2 പേരും റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് അവർ ഓടാനായിട്ട് തുടങ്ങി. 2 പേരും കൈ പിടിച്ച് ഒരുമിച്ചാണ് ഓടിയത്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം. सर्दियाँ अभी शुरू नहीं हुई थी. मौसम साफ था. चटकीली धूप निकली हुई थी. दोनों भाई मज़े में दौड़ते चले गए. नाला पार किया, बाग पार किया, गेट पार किया, बरगद को भी पीछे छोड़ दिया. लेकिन पोखर तक पहुँचते पहुँचते दोनों थक गए और रुक गए. सर्दियाँ അബി ശുരു നൈ ഹുയീദി. സർദിയ മീൻസ് ശൈത്യകാലം, തണുപ്പ് കാലം. അബി ഇപ്പോൾ, ശുരു നഹി ഹുയീദി ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മോസം സാഫ്ത, മോസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. മോസം സാഫ്ത നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചട്കിലി ധൂപ് നിക്കലി ഹുയീദി. ചട്കിലി മീൻസ് തിളങ്ങുന്ന വെയിൽ. നിക്കലി ഹുയീദി അത് ഉണ്ടായിരുന്നു. തിളങ്ങുന്ന വെയിലുള്ള സമയമായിരുന്നു. ദോനോ ബായി 2 സഹോദരന്മാരും മസേമേ ദൗഡ്തേ ചലേഗയെ വളരെ സന്തോഷത്തിൽ ഓടിപ്പോയി. അങ്ങനെ ഓടി നാല പാർക്കിയ തോട് കടന്നു, ബാഗ് പാർക്കിയ തോട്ടം കടന്നു, ഗേറ്റ് പാർക്കിയ വയലും കടന്നു, ബർഗദ് കോബി പീച്ചെ ചോർദിയ ആൽമരത്തിനെയും പിന്നിലാക്കി. ലെക്കിൻ പോക്കർ തക് പഹുഞ്ചത്തെ ദോനോ ദക് ഗയെ. ലെക്കിൻ എന്നാൽ പോക്കർ തക് കുളം വരെ, പഹുഞ്ചത്തെ എത്തിയപ്പോഴേക്കും ദോനോം 2 പേരും ദക് ഗയെ ക്ഷീണിച്ചു പോയി, ഓർ രുക് ഗയെ അവിടെ നിന്നു. എന്നിട്ട് പറയാണ്, ജെറ്റ്പെറ്റാണ് പറയുന്നത്, കപ്പടെ സുഗയെ ചോട്ടെ, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങിയല്ലോ ചോട്ടെ എന്ന് പറയാണ്. ജെറ്റ്പെറ്റിനെ ഹാഫ്തേ ഹുയെ ലെക്കിൻ ഗുഷ് ഹോത്തേ ഹുയെ കഹ. അവൻ ചിരിച്ചുകൊണ്ട് എന്നാൽ വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. ഹാ ബഡേ വാക്കയെ, ഹാ ബഡേ അതേ ചേട്ടാ, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എന്ന് പറയാണ്. കപ്പടെ തോ സുഗയെ വസ്ത്രങ്ങൾ ഉണങ്ങിയല്ലോ. നെറ്റ്കട്ട് നെ ബി ഗുഷ് ഹോക്കർ കഹ. നെറ്റ്കട്ടും വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. तभी नेटगट को पोकर किनारे एक चिकनी गिट्टी दिखाई पड़ी. नेटगट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. देखा देखी जेटपट ने भी एक गिट्टी उड़ाकर फेंक दी, लेकिन उसकी गिट्टी एकदम पानी में गुड़प हो गई. बड़े, तुमको गिट्टी पैराना नहीं आता? हाँ छोटे, तुम सिखा सकते हो. तभी അപ്പോൾ നെറ്റ്കട്ട് കോ പോക്കർ കിനാരെ, അതായത് നെറ്റ്കട്ടിന് ആ സമയത്ത് കുളത്തിൻ്റെ കരയിൽ എക് ചിക്കനി ഗിട്ടി ദിക്കായിപ്പടി, ഒരു ചിക്കനി ഗിട്ടി മീൻസ് വളരെ മിനുസമുള്ള ഒരു കല്ല്, ദിക്കായിപ്പടി അവിടെ കാണപ്പെട്ടു. ചിക്കനി ഗിട്ടി എന്ന് പറഞ്ഞാൽ മിനുസമുള്ള ചെറിയ കല്ലിനെയാണ് നമ്മൾ ചിക്കനി ഗിട്ടി എന്ന് പറയുന്നത്. നമ്മൾ വെള്ളാരം കല്ല് അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ മിനുസമുള്ള നല്ല തിളക്കമുള്ള കല്ല്. നെറ്റ്കട്ടിനെ ഉസെ ഉഡാലിയ. നെറ്റ്കട്ട് ഉസെ അതിനെ, ആ കല്ലിനെ, ഉഡാലിയ എടുത്തു. ഓർ എന്നിട്ട് തിർച്ചേ ഹോക്കർ മീൻസ് നമ്മളിങ്ങനെ ഡയഗണലായിട്ട് ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഉന്നം പിടിച്ചെറിയില്ലേ, അതിനെയാണ് തിർച്ചേ ഹോക്കർ എന്ന് പറയുന്നത്. ഉസെ ഇസ് തരക് ഫേങ്ക, ഈ കല്ലിനെ ഇപ്രകാരം എറിഞ്ഞു. എപ്രകാരം? ഗിട്ടി പാനി കി സതഹ് പർ ഉച്ചൽത്തി ഹുയി ദൂർ തക് ചലി ഗയി. ഗിട്ടി ആ കല്ല് പാനി കി സതഹ് പർ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ, സതഹ് പർ ഉപരിതലത്തിൽ, ഉച്ചൽത്തി ഹുയി അതായത് ഉയർന്ന് ചാടിക്കൊണ്ട്, ദൂർ തക് അതായത് ഇങ്ങനെ ചാടി വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ ഇങ്ങനെ നീന്തി പോകുന്ന പോലെ ആ കല്ല് ദൂർ തക് ചലി ഗയി വളരെ ദൂരത്തേക്ക് ഇങ്ങനെ ഒഴുകിപ്പോയി. ദേക്കി കണ്ടപാടെ ജെറ്റ്പട്ടും ഏക് ഗിട്ടി ഉടാക്കർ ഒരു ഗിട്ടി എടുത്തിട്ട് ഫേങ്തി എറിഞ്ഞു. ലെക്കിൻ എന്നാൽ ഉസ്കി ഗിട്ടി അവൻ്റെ കല്ല് എക്ദം പാനിമേം ഗുഡുബ് ഹോ ഗയി, എക്ദം തികച്ചും പാനിമേം വെള്ളത്തിൽ ഗുഡുബ് ഹോ ഗയി മുങ്ങിപ്പോയി.
ബഡേ തുംകു ഗിട്ടി പൈരാന നഹി ആത്താ. ചേട്ടാ, നിനക്ക് ഈ കല്ല് എറിയാനായിട്ട് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നട്ട്കട്ട്. അപ്പോൾ ജറ്റ്പട്ട് പറയാണ്, ഹാ ചോട്ടെ, അതെ അനിയ, തും സിക്കാ സക്തേ ഹോ, നിനക്ക് എന്നെ പഠിപ്പിച്ചു തരാൻ പറ്റുമോ? അതിന് നട്ട്കട്ട് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, ക്യൂ നേ അബിലോ, എന്തുകൊണ്ടില്ല, ഇപ്പം തന്നെ പഠിച്ചോ. नटखट ने ध्यान से नीचे देखकर एक गिट्टी उड़ाई और झटपट को दिखाते हुए बोला. അപ്പോൾ തന്നെ നട്ട്കട്ട് എന്ത് ചെയ്തു? ശ്രദ്ധയോടെ, ശ്രദ്ധയോടെ നീച്ചേ ദേക്കർ, താഴെ നോക്കിയിട്ട് എക് ഗിട്ടി ഉടായി, ഒരു മിനുസമുള്ള കല്ല് എടുത്തു. ഓർ ജറ്റ്പട്ട് കോ ദിക്കാത്തെ ഹുയേ ബോല, എന്നിട്ട് ജറ്റ്പട്ടിനെ ദിക്കാത്തെ ഹുയേ ബോല, കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഗിട്ടി ഏസി ലോ, ഗിട്ടി ഇതുപോലെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജോ ജ്യാദ ഭാരി ഓർ ഗുർദുരി ന ഹോ, അത് കൂടുതൽ ഭാരമുള്ളതും പരിപരുത്തതും ആകരുത്. ഗുർദുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപരുത്തത്, അങ്ങനെയുള്ളത് ആകരുത്. ഹൽക്കി ഓർ ചിക്കനി ഹോ, ഹൽക്കി മീൻസ് വെയിറ്റ് കുറഞ്ഞ, ചിക്കനി മിനുസമുള്ള, വെയിറ്റ് കുറഞ്ഞതും മിനുസമുള്ളതും ആയിരിക്കണം. ഓർ ഉസേ ഇസ് തരക് ഫേങ്കോ, എന്നിട്ട് ഇപ്രകാരം എറിയണം. ലേക്കിൻ ജബ് തക് ജറ്റ്പട്ട് കാ ധ്യാൻ ബാൻ ചുക്കാത, ലേക്കിൻ എന്നാൽ അപ്പോഴേക്കും ജറ്റ്പട്ടിൻ്റെ ശ്രദ്ധ ബാൻ ചുക്കാത, നഷ്ടപ്പെട്ടു പോയിരുന്നു. വോ പോക്കർ കെ പാനി പർ തൈർത്തി ബത്തക്കോം കോ ധ്യാൻ സേ ദേഖ് രഹാ താ. പക്ഷേ ജറ്റ്പട്ട് എന്ത് ചെയ്യുകയായിരുന്നു? പോക്കർ കെ പാനിപ്പർ, കുളത്തിലെ വെള്ളത്തിൽ തൈർത്തി നീന്തിക്കൊണ്ടിരിക്കുന്ന ബത്തക്കോംകോ താറാവുകളെ ധ്യാൻസെ ശ്രദ്ധയോടെ ദേഖ്രഹാദ നോക്കുകയായിരുന്നു. ഈ ഒരു പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി നോക്കാം. കഹാനി കെ പാത്രോം കി വിശേഷതായും പഹചാനേം സഹി മിലാൻ കരേം. ഇതിലെ കഥാപാത്രങ്ങളാണ് നട്ട്കട്ടും ജറ്റ്പട്ടും. അപ്പോൾ അവരുടെ പ്രത്യേകതകൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ മാച്ച് ചെയ്യണം. ആദ്യത്തേത് വായിച്ചു നോക്കാം. കാഗസ് കി നാവ് ബനാന ആത്താഹെ, കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയുന്നത് ആർക്കാണ്? നട്ട്കട്ട് കോ കാഗസ് കി നാവ് ബനാന ആത്താഹെ. അടുത്തത് വായിച്ചു നോക്കാം. നദീമേം തൈർന ആത്താഹെ, നദിയിൽ നീന്താൻ അറിയാം. ജറ്റ്പട്ടിനാണ് അല്ലേ. ജറ്റ്പട്ട് കോ നദീമേം തൈർന ആത്താഹെ. അടുത്തത് ബാഗ് സെ ആം തോട്ടാഹെ, ആരാണ് മാങ്ങ തോട്ടത്തിൽ നിന്ന് പറിക്കുന്നത്? നട്ട്കട്ട് ബാഗ് സെ ആം തോട്ടാഹെ. അടുത്തത് മാ സെ ഷിക്കായത് കർത്താഹെ, അമ്മയോട് പരാതി പറയുന്നത് ജറ്റ്പട്ടാണ്. ജറ്റ്പട്ട് മാ സെ ഷിക്കായത് കർത്താഹെ. അടുത്തത് ബർഗദ് കി ജഡേം പകഡ്കർ ജൂൽ ജൂൽത്താഹെ, ആൽമരത്തിൻ്റെ വേരുകളിൽ പിടിച്ചിട്ട് ഊഞ്ഞാലാടുന്നത് നട്ട്കട്ടാണ്. നട്ട്കട്ട് ബർഗദ് കി ജഡേം പകഡ്കർ ജൂൽ ജൂൽത്താഹെ. നെക്സ്റ്റ് വൺ ചോട്ടേ കാ ഹാത്ത് പകഡ്കർ ദൗഡ്താഹെ, ജറ്റ്പട്ടാണ്. ജറ്റ്പട്ട് ചോട്ടേ കാ ഹാത്ത് പകഡ്കർ ദൗഡ്താഹെ. കഹാനി സെ ശബ്ദ ജോഡെ ചുനേം അപ്നെ വാക്യമേം പ്രയോഗ് കരേം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ബായ് ഓർ മേ സാത്ത് സാത്ത് പഠത്തെ ഓർ സാത്ത് സാത്ത് ഹി ഗേൽത്തെ. ഇവിടെ സാത്ത് സാത്ത് എന്ന് കണ്ടോ? ഇതുപോലെയുള്ള പദജോഡികൾ നമ്മൾ കഥയിൽ നിന്ന് കണ്ടെത്തി സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ പാഠഭാഗത്ത് കണ്ടിട്ടുണ്ട് ധീരെ ധീരെ, തേസ് തേസ്, ഇങ്ങനെയൊക്കെ. അപ്പം അതുപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കണം. അടുത്തത് ജറ്റ്പട്ട് കോ തൈർന ആത്താ ഹെ, നട്ട്കട്ട് കോ നാവ് ബനാന ആത്താ ഹെ, ലിക്കേം ആപ്കോ ക്യാ ക്യാ ആത്താ ഹെ. ജറ്റ്പട്ടിന് നീന്താൻ അറിയാം, നട്ട്കട്ടിന് തോണി ഉണ്ടാക്കാൻ അറിയാം. താങ്കൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതാണ് ചോദ്യം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മുझे സൈക്കിൾ ചലാന ആത്താ ഹെ, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. ഇതുപോലെ നമുക്ക് വേറെ എന്തൊക്കെ അറിയാം എന്നുള്ള വാക്യങ്ങളാണ് നമ്മളിതിൽ എഴുതേണ്ടത്. സഹി പ്രസ്താവ് ചുൻകർ ലിക്കേം, ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തേത് ദോനോ ബായി അപ്നെ ഗാവ് കെ സ്കൂൾ മേം പഠിത്തേതേ, രണ്ട് സഹോദരന്മാരും തങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അല്ല അല്ലേ, തങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ദൂരെ മറ്റൊരു ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത് എന്ന് കഥയിൽ പറയുന്നുണ്ട്. ആദ്യത്തേത് തെറ്റാണ്. രണ്ടാമത്തേത് നട്ട്കട്ട് കോ ഗിട്ടി പൈരാന ആത്താഹെ, നട്ട്കട്ടിന് ആ മിനുസമുള്ള കല്ല് എറിയേണ്ടത് എങ്ങനെയെന്ന് അറിയാമായിരുന്നു. ശരിയാണ്. അപ്പം രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തേത് നട്ട്കട്ട് ഹമേഷ രോത്തെ ഹുയെ സ്കൂൾ ആത്താഹെ, നട്ട്കട്ട് എപ്പോഴും കരഞ്ഞിട്ടാണ് സ്കൂളിൽ വന്നിരുന്നത്. അങ്ങനെയല്ല അല്ലേ, അവൻ വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ തേർഡ് വൺ, മൂന്നാമത്തേത് തെറ്റാണ്. നാലാമത്തേത് ബഡാ ബായി പാഞ്ച്വീം കക്ഷാമേം പഠിത്താഹെ, മൂത്ത സഹോദരൻ
5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശരിയാണ്. ജറ്റ്പട്ട് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്താവന ശരിയാണ്. ലാസ്റ്റ് വൺ, ജറ്റ്പട്ട് को स्कूल के रास्ते में कई बार छोटे का इंतज़ार करना पड़ता है. ജറ്റ്പട്ടിന് പല പ്രാവശ്യം അനുജനെ കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രസ്താവന ശരിയാണ്. ഇതിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. താങ്ക്